നെക്സ്റ്റ് തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്തി എണീച്ച് വരുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഗ്രാമവാസികളെ ശബ്ദം ഉണ്ടാക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ അവൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഗ്രാമവാസികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവളെ എന്തായാലും ഒരു ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണം, ഇല്ലെങ്കിൽ നാട്ടിന് അത് അപശകുനാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിയുടെ അമ്മ അവരോട് പറയാണ്, ഞാൻ ഇവളുടെ ഭർത്താവിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മറുപടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി വേണം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊക്കോളാം എന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരോട് നിൽക്കുമ്പോൾ ബോന്തിത്തേനെ അത് സമ്മതിക്കുന്നില്ല അവളുടെ അമ്മ. അപ്പോഴാണ് ബോന്തയ്ക്ക് മനസ്സിലാവുന്നത് അമ്മയും മാമയും കൂടിയിട്ട് അനിരുദ്ധിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് സമ്പൂർണ്ണതയിലാണ് എല്ലാ കുറ്റവും അവൾക്ക് വേണ്ടിയിട്ടാണ് ബോന്തി ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവർ ലെറ്റർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിക്കും അവളുടെ മാമി അയച്ചിട്ടുണ്ടാവില്ല, അത് മാമി പോസ്റ്റ് ഓഫീസിലൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ വീട്ടിലാണെങ്കിൽ അവൻ്റെ എൻഗേജ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ സോംനാഥ് അവനുള്ള ഡ്രസ്സായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയുകയാണത് ഇതിൽ ഇഷ്ടമുള്ളത് ചേട്ടൻ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവന് ആകെ അസ്വസ്ഥനായിട്ട് വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട് അനിരുദ്ധ്. ഇതിനൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സോംനാഥ് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ചേട്ടൻ ആഗ്രഹിച്ച ജീവിതമല്ലേ ഇത്, ചേട്ടന് ഇഷ്ടപ്പെട്ട പെണ്ണാണ് എൻഗേജ്മെൻറ്റ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്, പിന്നെ എന്താ ചേട്ടനൊരു സന്തോഷമില്ലാത്തതെന്ന് അവനോട് പറയുമ്പോൾ അവൻ പറയാണ്, എനിക്കറിയില്ല, എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല സോംനാഥേ എന്നിങ്ങനെ അവൻ വിഷമിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് നിന്നിട്ട് ബിഹാരി ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി തന്നെ നിന്ന് പറയാണ്, എങ്ങനെ സന്തോഷിക്കും, തൻ്റെ ഭാര്യ അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായിട്ട് എല്ലാവരുടെ അക്രമങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ബോധയിലല്ല അവളുടെ ഗ്രാമത്തിലുള്ളത്, പിന്നെ എങ്ങനെ സന്തോഷിക്കാനാവുമെന്ന് ബിഹാരി പറയാണ്. പിന്നെ ബോന്തേനെ കാണിക്കുകയാണ്. ബോന്തിത് ആ ഗാന്ധിജിയുടെ പടമുള്ള ആ പത്രം എടുത്തിട്ട് അമ്മയ്ക്ക് ഗാന്ധിജീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അനിരുദ്ധ് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അവൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല ആളാണ്, എല്ലാ ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആളാണ്, പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതുന്ന ആളാണെന്നൊക്കെ അമ്മയ്ക്ക് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാമിയും കൂടിയിട്ട് അവളിനെ, അതായത് ബോന്തിനെ വേറെ എവിടേക്കെങ്കിലും മാറ്റാനുള്ള പ്ലാനിലാണ്. അത് പോയ ശേഷം ബിഹാരി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ഈ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ ഒക്കെ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ്. കാരണം അത് അവനൊന്നും അറിയില്ല, അവൻ ലണ്ടനിലൊക്കെ അല്ലേ പഠിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അവൻ അറിയില്ല. അവൻ്റെ വിചാരം ബോന്തി നല്ല ഹാപ്പിയാണ്, അവളുടെ അമ്മയുടെ അടുത്ത് വളരെ സന്തോഷത്തിലാണ്, അവൾക്കൊരു കുഴപ്പമില്ല എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ബിഹാരി അവൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അത് പറയാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അനിരുദ്ധിൻ്റെ അച്ഛൻ വന്നിട്ട് അത് തടയാണ്. എന്നിട്ട് ബിഹാരിയോട് അവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അനിരുദ്ധിനോട് എൻഗേജ്മെൻറ്റിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ ബോന്തിയോട് അമ്മ പറയാണ്, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരാം മോളെ, നിൻ്റെ ഭർത്താവിൻ്റെ ലെറ്റർ ഇങ്ങോട്ട് വന്നാന്ന് അറിയണമല്ലോ, മറുപടി ആയിട്ടുള്ള ലെറ്റർ തിരിച്ച് വന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ അവിടെ ഇരുത്തിയിട്ട് പോവുകയാണ്. അങ്ങനെ അമ്മ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഗ്രാമവാസികളെല്ലാവരും കൂടിയിട്ട് അമ്മേനെ ഒരു വൈക്കോൽ കൂരയുടെ ഉള്ളിൽ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് ആ കൂര ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ കത്തിക്കുമ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിൽ പോയിട്ടിട്ട് ആകെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ബോന്തിത പെട്ടെന്ന് അവളുടെ വീട്ടിൻ്റെ വാതിൽ തുറന്നിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തീയൊക്കെ കേടുകയാണ്. എന്നിട്ട് അവൾ മെല്ലെ അകത്തേക്ക് പോയിട്ട് അമ്മേനെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് ബോധമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അമ്മനെ അവളൊരു ഓലയുടെ മേലിൽ കിടത്തിയിട്ട് ആ ഓല വലിച്ചിട്ട് വീട്ടിലേക്ക് അമ്മേനെ കൊണ്ടുവരുന്നുണ്ട് അവൾ. അപ്പോൾ മാമി അവളോട് പറയുന്നുണ്ട്, നീ വിളിച്ച ഒരു ഡോക്ടറും വരാൻ പോകുന്നില്ല ഇപ്പോൾ ഈ സമയത്തൊന്നും, പിന്നെ അത് മാത്രമല്ല നീ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാം ഗ്രാമത്തിൽ, അപ്പോൾ അതുകൊണ്ട് ഒരാളും നിന്നെ സഹായിക്കാൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ആ മാമി അവളെ തളർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കാതെ ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സൗരഭ് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വരുമ്പോഴാണെങ്കിൽ ഇവന് ഇരുട്ട് റൂമിൽ ലൈറ്റൊക്കെ കെടുത്തിയിട്ട് ഇങ്ങനെ കട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ സൗരഭ് അവനോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ തയ്യാറായില്ല, അവിടെ എല്ലാവരും എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ട് അനിരുദ്ധിനെന്നും അനിരുദ്ധിനോട് അവൻ പറയുന്നുണ്ട്. പക്ഷെ അനിരുദ്ധ അവനോട് പറയാണ്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടാ, ഇതിപ്പോൾ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് അവൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ പറയാണ്, എല്ലാവരും സന്തോഷത്തിലാണല്ലേ, മിനിയുടെ കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ ഞാൻ എൻഗേജ്മെൻറ്റ് ചെയ്താൽ, പിന്നെ എൻ്റെ അച്ഛൻ സന്തോഷത്തിലാണ്, പിന്നെ എൻ്റെ കാക്കൊക്കെ നല്ല സന്തോഷിക്കുന്നുണ്ടാവും ഈ നിശ്ചയം കൊണ്ട്. പക്ഷെ എനിക്ക് മാത്രം എന്താ സന്തോഷിക്കാൻ പറ്റാത്ത, എനിക്ക് ഒരു തരി പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആഗ്രഹിച്ച ജീവിതമായിരുന്നു ഇത്, പക്ഷേ എനിക്ക് എന്തായപ്പോൾ ഇപ്പോൾ തീരെ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ സൗരഭിനോട് പറയുന്നുണ്ട്. അപ്പോൾ സൗരഭ് അവിടെയുള്ള ഒരു ആൽബം എടുത്തിട്ട് ബോന്തിതയുടെ ഫോട്ടോ അതിൽ നിന്ന് എടുത്തിട്ട് പറിച്ചിട്ട് പറയാണ്, ഇതെടുത്തിട്ട് കീറിക്കളയും, ഇതാണ് സന്തോഷിക്കാൻ പറ്റാത്ത കാരണം എന്ന് അനിരുദ്ധിനോട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ ഫോട്ടോ എടുക്കാനുണ്ടായ സന്ദർഭം ആലോചിക്കുകയാണ്. അപ്പോൾ ബോന്തിതയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാനൊക്കെ വന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്.
അപ്പോൾ സൗരഭ ബോന്തിതയുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ കളഞ്ഞിട്ട് ആ ആൽബത്തിലുള്ള ബാക്കിയുള്ള ഫോട്ടോ ഒക്കെ കീറി കളയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ കീറി കളയാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ആൽബം അനിരുദ്ധ് മേടിക്കുകയാണ്. എന്നിട്ട് അത് കെട്ടിപ്പിടിച്ചിട്ട് അവന് നന്നായിട്ട് ബോന്തിതനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കെട്ടിപ്പിടിച്ചിട്ട് അവന് സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ദിവസം ആലോചിക്കുകയാണ് അവന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതും പിന്നെ അവളെ ഈ വക്കീലിൻ്റെ കോട്ടിട്ടിട്ട് നീ ഒരിക്കൽ ഒരു വക്കീലാവും എന്നെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും ഈ വക്കീലിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവൻ ആലോചിക്കുന്നുണ്ട്. അവൻ അവളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കൽ എന്നെ പോലെ തന്നെ നീയൊരു ബോന്തിത റോയ് ചൗധരി ആവും, ബാരിസ്റ്റർ ബോന്തിത റോയ് ചൗധരി എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ സ്വപ്നമാണ് അവളൊരു വക്കീലായി കാണണം എന്ന്. പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, അതായത് കള്ള് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം ഒരു സ്ത്രീ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഏതാണെന്ന് വെച്ചാൽ അന്ന് ബോന്തിത അവളുടെ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഒരു സ്ത്രീ വെള്ളം കിട്ടാതെ കിടന്നപ്പോൾ വെള്ളമൊക്കെ കൊടുത്തില്ലേ ബോന്തിത. അപ്പോൾ ആ സ്ത്രീ, ആ വേശ്യയായ സ്ത്രീയാണ് അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീ ഡാൻസ് കളിക്കുമ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പൈസ ഒക്കെ ഇങ്ങനെ വെതറി കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ബോന്തിതയെ കാണിക്കുകയാണ്. അപ്പോൾ ബോന്തിത ഈ വൈദ്യരുടെ അടുത്തേക്ക് പോയേക്കാണ്. അപ്പോൾ വൈദ്യർ ആദ്യം സമ്മതിക്കുന്നില്ല, കാരണം ആൾ നന്നായിട്ട് പേടിച്ച്, ആ ഗ്രാമവാസികളുടെ പേടിയാണ്. ഇങ്ങനെ ഒരു സ്ത്രീനെ സഹായിച്ചാൽ, അവളുടെ അമ്മേനൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചാൽ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ അമ്മയല്ലേ, അപ്പോൾ അതിനൊക്കെ സഹായിച്ചാൽ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെ ആളിനെ ഉപദ്രവിക്കുന്നുള്ള പേടിയുണ്ട് ആദ്യം അയാൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ബോന്തിത ഒരു ഐഡിയ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മരുന്നിൻ്റെ ഈ പെട്ടി എടുത്തിട്ട് ഓടാം, അപ്പോൾ എൻ്റെ പിന്നാലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബോന്തിത ആ പെട്ടി എടുത്തിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ആ ആളും അത് സമ്മതിച്ചിട്ട് മെല്ലെ ബോന്തിതയുടെ പിന്നാലെ വരുന്നുണ്ട്. പിന്നെ ആ റസിയ പറഞ്ഞിട്ട് സ്ത്രീയില്ലേ, ആ വേശ്യയായിട്ടുള്ള, അപ്പോൾ ആൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാവും ഒരു ഫോട്ടോ അവിടെ എടുക്കുന്നത് കാണാം. അത് ആ സൗരഭ് വലിച്ചെറിഞ്ഞ ഫോട്ടോ ആവും ബോന്തിത. അപ്പോൾ ആളത് എടുത്ത് നോക്കുമ്പോഴാവും ഇതന്ന് താൻ കണ്ട കുട്ടിയല്ലേ എന്ന് ആൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ റസി ഇങ്ങനെ ഈ ഫോട്ടോ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ബിഹാരി ഓടി വന്നിട്ട് പറയാണ്, ആ ഫോട്ടോ അങ്ങോട്ട് താഴെ എന്ന് പറഞ്ഞിട്ട് ആടെ കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ മരുമോളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇവിടുത്തെ മരുമോളാണോ എന്ന് ചോദിക്കുമ്പോൾ ബിഹാരി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അനിരുദ്ധിൻ്റെ നിശ്ചയമൊക്കെ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ബോന്തിതേനെ പുറത്താക്കി, അപ്പോൾ ബോന്തിതയുടെ പകരം ഇപ്പോൾ വേറെ ആളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അനിരുദ്ധ് എന്നൊക്കെ ബിഹാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റസിയാക്ക് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം ഈ റസിയാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബോന്തിത മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബോന്തിതയുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് ആൾ അന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അവളുടെ ജീവിതം തകരാന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ബിഹാരി പറയാണ്, നിങ്ങൾക്കുള്ള പൈസ ഞാൻ ബിനോയ് ബാബുവിൻ്റെ നിന്ന് മേടിച്ച് തരാം, ഇവിടെ നിന്ന് നിന്നാൽ മതി, അകത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് ബിഹാരി ആ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധും സൗദാമിനി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാവും അവിടുത്തെ ആ ഒരു എണ്ണയിൽ ചവിട്ടിയിട്ട് ആൾ വീഴാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കയ്യിൽ ചിലങ്ക ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അത് നേരെ ചെന്ന് വീഴണത് ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട്, അതായത് അനിരുദ്ധിനും സൗദാമിനിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ആരതി വീഴുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് തട്ടിയിട്ട് അതൊക്കെ താലൊക്കെ നിലത്തേക്ക് വീഴാണ്. അപ്പോൾ ഈ ചിലങ്ക എടുക്കാൻ വേണ്ടിയിട്ട് റസി അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചനൊക്കെ അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്, അശുദ്ധാക്കി ഇവിടെ വേശ്യയല്ലേ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബിനോയ് വന്നിട്ടും പറഞ്ഞ്, നിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് നിന്നോട് പോകാൻ പറഞ്ഞല്ലേ, നിനക്കുള്ള പൈസ ഞാൻ അവിടെ എത്തിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് എന്നെ കയറി വന്നതെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടി പൈസ എടുത്തിട്ട് ആ സ്ത്രീക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ് വന്നിട്ട് പറയാണ്, കുറച്ചുകൂടി ബഹുമാനിക്കച്ച, അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനാ ഈ അച്ഛന്, ഞാനും നിൻ്റെ അച്ഛനാ, പിന്നെ ഈ ഒരു ചെറിയൊരു സ്ത്രീക്ക്, നാണല്ലാത്ത സ്ത്രീക്ക് വേണ്ടിയിട്ട് നീ എന്തിനാ എന്നോട് തല്ലുവിടാൻ വരുന്നതെന്നൊക്കെ അവൻ്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു അന്യായം ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ അച്ഛനായാലും ശരിയെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഈ അച്ഛന് ഈ സ്ത്രീയോട് മാപ്പ് പറയണ വരെ ഞാൻ എൻഗേജ്മെൻറ്റ് കഴിക്കില്ല എന്ന് തന്നെ അവൻ ഉറപ്പിച്ചിട്ട് പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബോന്തിതയുടെ അമ്മേനെ ആ വൈദ്യർ വന്നിട്ട് ചികിത്സിച്ചിട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം അവളുടെ അമ്മയ്ക്ക് ബോധം വരുമെന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാമി ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ നിന്നെ വേറൊരു ലോകത്തേക്ക് എത്തിക്കും, അതായത് വേശ്യകളുടെ സ്ഥലത്തേക്കാണ് മാമി അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മാമാക്കൊന്നും ഇതറിയില്ല. മാമാട് പറഞ്ഞേക്കുന്നത് അവളെ ഒരു ജോലിക്ക് വിടുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ മേടിക്കുന്നുണ്ട് എന്നൊക്കെ മാമാട് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയൊക്കെയാണ്. അപ്പോൾ ഈ റസിയ പറഞ്ഞിട്ടുള്ള സ്ത്രീ ഇങ്ങനെ കൈ അടിച്ചിട്ട് അനിരുദ്ധിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഈ സ്ത്രീകളുടെ ഭാഗം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഇതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ട് പകുതി വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടോ, അവൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എപ്പോഴേലും നിങ്ങൾ ആളിനെ എല്ലാവരുടെ മുമ്പിലും അപമാനിച്ചിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അനിരുദ്ധിനോട് ചോദിക്കുമ്പോൾ അനിരുദ്ധിന് ബോന്തിതയുടെ ഇങ്ങനെ ചിന്ത വരികയാണ്.
എന്നിട്ട് ആ സ്ത്രീ പിന്നെയും പറയാണ്, എൻ്റെ കാര്യം നിങ്ങൾ നോക്കാനേ വരണ്ട, എൻ്റെ കാര്യം പറഞ്ഞിട്ട് ആരിനായിട്ടും തല്ലൂടാനും നിൽക്കണ്ട, നിങ്ങൾക്ക് പിന്നെ നന്നായിട്ട് ഒഴിവാക്കാനൊക്കെ അറിയാലോ, വാക്ക് കൊടുത്തിട്ട് ഒരുപാട് ഒഴിവാക്കാനൊക്കെ നിങ്ങൾക്കറിയാലോ ബരിസ്ത്ര ബാബു എന്ന് പറയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടാണ്. കാരണം ബരിസ്ത്ര ബാബു എന്ന് ബോന്ധിത മാത്രമല്ലേ അവനെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അവന് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ബോന്ധിതനെ കണ്ടോ, എൻ്റെ ബോന്ധിതനെ കണ്ടോ, എൻ്റെ ബോന്ധിത മാത്രം എന്നെ ഇങ്ങനെ വിളിക്കാറുള്ളൂ, ബരിസ്ത്ര ബാബു എന്നാണ് അവളിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീയോട്. അപ്പോൾ ആ സ്ത്രീ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെയും അവന് ചോദിക്കുന്നുണ്ട്, എൻ്റെ ബോന്ധിതനെ കണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സൗദാമിനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ സ്ത്രീനെ പെട്ടെന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ് സൗദാമിനിയുടെ അച്ഛനോട്, നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാൽ ഞങ്ങൾ വർത്താനം പറയേണ്ട ഇടയിൽ നിങ്ങൾ കയറാൻ നിൽക്കണ്ടെന്ന് അനിരുദ്ധ് ആ സൗദാമിനിയുടെ അച്ഛനോട് പറയാണ്. എന്നിട്ട് അവൻ പിന്നെ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങളെൻ്റെ ബോന്തേനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയാണ്, ഞാൻ കണ്ടു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവളുടെ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും, എനിക്ക് നന്നായിട്ട് ദാഹിച്ചു, പക്ഷെ അവിടെയുള്ള ഒരാളും എനിക്ക് വെള്ളം തരാൻ വേണ്ടി തയ്യാറായില്ല, അവൾ മാത്രം എനിക്ക് വെള്ളം തന്നത്. അപ്പോൾ അവളോട് ഞാൻ എന്തുകൊണ്ടാണ് നീ എനിക്ക് തന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളാണ് എല്ലാം അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾ അവൾക്ക് ശരിക്ക് ദൈവമാണ്, നിങ്ങളുടെ ഒരു ദൈവത്തിനെ പോലെയാണ് അവൾ കാണുന്നത്, അവളുടെ രക്ഷക ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നൊക്കെ അനിരുദ്ധിനോട് ആ സ്ത്രീ പറയുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറയാണ്, അവളെ എല്ലാവരും ഉപദ്രവിച്ചു, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ എന്ന പേരിൽ അവളെ നന്നായിട്ട് അവിടെ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട്, പക്ഷെ അവളെ ഒറ്റ വാക്കാ പറഞ്ഞുള്ളൂ, എൻ്റെ പത്തിബാബു വരും, എൻ്റെ പത്തിബാബു തിരിച്ചു വരും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് അവളെല്ലാവരോടും ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിവിടെ അവളെ മറന്നിട്ട്, അവൾക്ക് കൊടുത്ത വാക്ക് മറന്നിട്ട് അവളെ ഒഴിവാക്കിയിട്ട് ഇതാ പുതിയ ബന്ധം ഇവിടെ തുടങ്ങാൻ പോവാന്ന്, പുതിയ ജീവിതം നിങ്ങളിവിടെ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള പൈസ എടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് ആ റസിയ പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ. എന്നിട്ട് പറയാണ്, നിങ്ങൾ സതിയിൽ നിന്നൊക്കെ വലിയ ഇതിൽ രക്ഷിച്ച് കൊടുന്നതല്ല അവളെ ഇവിടേക്ക്, എന്നിട്ട് പകുതി വെച്ച് ഒഴിവാക്കും ചെയ്തില്ല. അപ്പോൾ ഇതിലും നല്ലത് അവളെ അന്ന് തന്നെ മരിക്കാൻ വിടുകയായിരുന്നു. കാരണം ഈ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീക്ക് ലാസ്റ്റ് അവരെ എവിടെ എത്തുക അറിയോ, ഹീരാമണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേശ്യകളുടെ ഗ്രാമമുണ്ട്, ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഗ്രാമം, ആ ഗ്രാമത്തേക്ക് ഈ വേശ്യയായിട്ട് ആ കുട്ടീനെ കൊണ്ടുവരുന്ന ചെയ്യും, ഈ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവളെ അങ്ങനെ ഒരു രൂപം കെട്ടിക്കും എന്ന് അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ ആകെ ഞെട്ടാണ്. കാരണം പോജിതൊരു വേശ്യയാവാൻ പോവല്ലേ. അപ്പോൾ ആകെ അവൻ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ത്രിലോചന അപ്പുറത്തുനിന്ന് കരയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബോന്തേനെ ഇഷ്ടമല്ല, എല്ലാവരും അപ്പുറത്തുനിന്ന് കരയുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തേനാണ്. ബോന്തിത്ത ആ ഗാന്ധിജിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മാമിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാമി അവളുടെ ഗാന്ധിജീനെ കാണിച്ചു തരാൻ നിന്നെ ഒരാൾ വരും, അപ്പോൾ ആളുടെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോന്തിത്തേനെ ഇങ്ങനെ ആ വേശ്യാലയത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മാമി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബോന്തിത്ത ഗാന്ധിജീനെ കാണാമെന്നുള്ള ആ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധിൻ്റെ ത്രിലോചനും അവൻ്റെ അച്ഛനൊക്കെ കൂടിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബോന്തേനെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാക്കി ഇങ്ങനെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ അച്ഛനും ത്രിലോചനും കൂടി നോക്കുന്നുണ്ട് എൻഗേജ്മെൻറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ നീ ഇത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീണ്ടും സൗദാമിനിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് മോതിരം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആ മോതിരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് ബോന്തിത്തേനെ ഓർമ്മ വരികയാണ്. ബോന്തിത്ത് അങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് അവനോട് ചോദിക്കുന്നത് അവന് ഓർമ്മ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ ആ മോതിരം നിലത്തിട്ടിട്ട് പറയാണ്, ഞാനിതൊരിക്കലും നടക്കാൻ വേണ്ടി സമ്മതിക്കില്ല, ഞാൻ എൻ്റെ ബോന്തേനെ ഞാൻ തിരിച്ച് കൊണ്ടുവരുകയാണ് ചെയ്യും, അവളുടെ ഒരിക്കലും ഞാനൊരു ഹീരാമണ്ടിയത്തെ വേശ്യയാവാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവന് അവിടെ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അവന് പറയാണ് അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവന് ബോന്തിതനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഈ ഹവേലിക്ക് എന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സമ്പൂർണ്ണക്കൊക്കെ നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവൾ ആരും കാണാതെ അനിരുദ്ധിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് ആ പോകുമ്പോഴേക്കും അനിരുദ്ധിനെ വിളിക്കുകയാണ് അവൾ ബാക്കിൽ നിന്ന്. എന്നിട്ട് അവൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ്. ബിജുവാസിയുടെ കാര്യമൊക്കെ ബോന്തിത ഈ സമ്പൂർണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് എല്ലാ കാര്യങ്ങളും അവനോട് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവനാകെ ഞെട്ടാണ്, അവനാകെ നന്നായിട്ട് വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അവനോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ സമ്പൂർണ്ണയോട് പറയാണ്, നിൻ്റെ തെറ്റല്ല, ഇതൊക്കെ എൻ്റെ തെറ്റാണ്. കാരണം ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള അവൾ ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. ഒക്കെ എൻ്റെ തെറ്റാണ്, അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊക്കെ എൻ്റെ തെറ്റാണ് എന്നൊക്കെ അവന് പറയുന്നുണ്ട് അവളോട്. അപ്പോൾ അവന് മനസ്സിലാവാണ് ബോന്തിത ഒരു തെറ്റുകാരിയല്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്,
സമ്പൂർണ്ണയോട് എപ്പോഴും ഞാൻ വിചാരിച്ചത് ഞാൻ ബോന്തിത്തേനെയാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഓരോ പാഠങ്ങളായിട്ട് ബോന്തിതയാണ് എനിക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ പറയുകയാണ് ഇത് പശ്ചാത്തപിക്കേണ്ട സമയമല്ല, അവളിനെ ഇപ്പോൾ ആവശ്യമാണ് നിങ്ങളെ, പക്ഷേ നിങ്ങൾ വേഗം ഓടിപ്പോയിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഗ്രാമവാസികളൊക്കെ അവളെ നന്നായിട്ട് ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ അനിരുദ്ധ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ വന്നിട്ട് ആ കാർ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവൻ സൈക്കിൾ ചവിട്ടിയിട്ടാണ് അവളുടെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ ബോന്തേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തയുടെ അമ്മക്ക് ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടാവും, മെല്ലെ ചെറിയ ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അധികം ഇണങ്ങാനൊന്നും പറ്റുന്നില്ല, ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവൾ പറയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നോളാന്ന് പറയുമ്പോൾ മാമി അവളെ നിർബന്ധിച്ചിട്ട് ഗാന്ധിജീനെ കാണാൻ പോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളിനെ അയാളുടെ ഒപ്പം പറഞ്ഞു വയ്ക്കുകയാണ്. ഒരാൾ വന്നിട്ടുണ്ടാവും വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ഹീരാമണ്ടിത്തെ ഒരാളാണ്, വേശ്യാലയത്തേക്ക് ഇവളിനെ പൈസയ്ക്ക് വെക്കുകയാണ് മാമി ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അയാളുടെ ഒപ്പം ബോന്തിത പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോകുന്ന വഴിക്ക് അനിരുദ്ധ് പഠിപ്പിച്ചു കൊടുത്ത മറ്റേ രഘുപതി രാഘവരാചാരം എന്ന് പറഞ്ഞ ആ ഗാന്ധിജിയുടെ ഒക്കെ ആ അഹിംസയുടെ ഒക്കെ ആ സോങ് ഇങ്ങനെ അവൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അനിരുദ്ധ സൈക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് അവന് ബോന്തിത്തെ എല്ലാതിൻ്റെ ഉള്ളിൽ നിന്ന് അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ കാളവണ്ടി നിർത്തിക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞത് കണ്ടിട്ട് അതിലുണ്ടായിരുന്ന ആ മനുഷ്യന് അവൻ എന്തോ മണപ്പിച്ചിട്ട് മയക്കിയിട്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് ഒരു പൂക്കൊട്ടയുടെ ഉള്ളിലാക്കിയിട്ട് ഒരു പൂ വെച്ചിട്ട് അവളെ മറക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് പോകാൻ അനുവദിക്കുക, ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂക്കൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ അനിരുദ്ധ അതിക്കന്നെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവളെ കാണുന്നില്ല. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ മാമൊക്കെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ബോന്തേനെ കാണുന്നുണ്ടാവില്ല. അമ്മ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ബോന്തിത എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാമി പറയാണ് അവൾ ഓടിപ്പോയി, എല്ലാവരും ആക്രമിച്ചിട്ട് അവൾ ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അനിരുദ്ധ ആദ്യം വിശ്വസിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് ആ മാമി അവനെ കുറ്റം പറയാണ്, ഈ അമ്മ ഇപ്പോൾ കിടക്കണില്ലേ, അപ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിനെ കുറ്റം പറയാണ്. അപ്പോൾ അനിരുദ്ധ് വന്നിട്ട് അമ്മോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പുറത്ത് നിന്നിട്ട് ഗ്രാമവാസികൾ ബോന്തിത്തേനെ അങ്ങനെ വിളിക്കുന്നുണ്ട്, അവളോട് പുറത്താക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ അങ്ങോട്ട് ചെന്നിട്ട് പറയാണ് ബോന്തിതൊക്കെ അവളുടെ വഴിക്ക് പോയി, അവളെ എങ്ങോട്ട് ഓടിപ്പോയി, നിങ്ങളൊക്കെ പേടിച്ചിട്ടാണ് അവൾ പോയത് എന്നൊക്കെ അനിരുദ്ധ് പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് അനിരുദ്ധ് ചീത്ത പറയുന്നുണ്ട്. എന്നെ അവൾ ഒരു പാഠം പഠിപ്പിച്ച് തന്നു എന്നൊക്കെ അനിരുദ്ധ് പറയുന്നുണ്ട്. ഞാനാണ് ശരിക്കും തെറ്റുകാരൻ, ഞാൻ ശരിക്കും ഉപേക്ഷിച്ചപ്പെട്ട ഒരു മനുഷ്യനല്ല, അപ്പോൾ എന്നെ എന്താ നിങ്ങൾ ഉപദ്രവിക്കാത്ത പറഞ്ഞിട്ട് ഉപദ്രവിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ അവരിനോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബോന്തിത്ത ആ പൂക്കോട്ടയിൽ ഇങ്ങനെ മയങ്ങിയിട്ട് കിടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഹിന്ദി സിനിമകൾ മലയാളം എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.